ഞങ്ങൾ നടത്തിയ നികുതി കൊള്ളക്കെതിരായി, പെട്രോളിയം ഡീസൽ ഉൽപ്പന്നങ്ങളുടെ നികുതി കൊള്ളക്കെതിരായി ഞങ്ങളൊരു വലിയ സമരം എറണാകുളത്ത് സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ ദേശീയ ശ്രദ്ധ ആകർഷിക്കപ്പെട്ട ഒരു വലിയ സമരമായി. ആ സമരത്തിനിടയിലാണ് നടൻ ജോജു ജോർജ് വന്ന് അദ്ദേഹത്തിൻ്റെ യാത്രാ സൗകര്യം മുടക്കിയെന്ന് പറഞ്ഞ് അദ്ദേഹം ബഹളമുണ്ടാക്കിയത്. പക്ഷേ ജനങ്ങളുടെ ഏറ്റവും എല്ലാവരുടെയും ജനകീയമായിട്ടുള്ളതെന്നും ഒരു ആവശ്യമായിരുന്നു. അപ്പോൾ ഒരു വ്യക്തിയുടെ മാത്രമല്ല, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളുടെ വിഷയങ്ങളാണ്. അവരുടെ പോക്കറ്റ് കൊള്ളയടിക്കുന്ന സർക്കാരിനെതിരായി ഞങ്ങൾ നടത്തിയ ഒരു പ്രതിഷേധമാണ്. അപ്പോൾ അതിൻ്റെ ഒരു വികാരം ഉൾക്കൊള്ളണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടും അദ്ദേഹം അതിന് തയ്യാറായില്ല. അന്ന് അദ്ദേഹം വലിയ വഴക്കവിടെ ഉണ്ടായി. സ്വാഭാവികമായും സമരമല്ലേ, പ്രശ്നങ്ങളിലേക്ക് പോയി. പിന്നീട് പോലീസ് അത് നിയമപരമായി കേസെടുക്കുകയും മറ്റ് നടപടികളിലേക്കൊക്കെ പോവുകയും ചെയ്തു. ജോജു ജോർജ് തന്നെ അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി, ആ വിഷയം മനസ്സിലാക്കി ഞങ്ങളുമായി വ്യക്തിപരമായിട്ട് സംസാരിച്ച് ആ പ്രശ്നം അദ്ദേഹം തന്നെ കേസ് ഒത്തുതീർപ്പാക്കാൻ മുൻകൈയെടുത്ത് അത് കേസ് ഒത്തുതീർപ്പായി. അവിടെ ആ വിഷയമെല്ലാം അവസാനിച്ച് ഒരാൾ ചെയ്ത കാര്യങ്ങൾ തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ട് അദ്ദേഹം അത് തിരുത്തിയപ്പോൾ ഞങ്ങൾ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നത്? ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. അതുമാത്രമല്ല, ഒരു വലിയ കലാകാരനാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്നത് പോലെ ഞങ്ങളും അദ്ദേഹത്തിൻ്റെ കലയെ ഇഷ്ടപ്പെടുന്ന ആളാണ്, അഭിനയത്തെ ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പം അതൊരു ആ ഒരു ബന്ധം കൂടിയുണ്ട്. ആലുവക്കാരനാണ്, വ്യക്തിപരമായ ബന്ധം കൂടിയുണ്ട്. അപ്പോൾ ഉണ്ടായ കാര്യത്തിൽ പ്രശ്നങ്ങളൊക്കെ അന്നേ തീർന്നു. പിന്നെ ഇടയ്ക്ക് കാണുമ്പോൾ സൗഹൃദം പ്രകടിപ്പിക്കുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളുടെയൊക്കെ ബ്ലഡിലുള്ളൊരു കാര്യമാണത്. ഉപദ്രവിക്കുന്ന ആളുകളെ അതേ രീതിയിൽ ശത്രുതയോടുകൂടി കാണുകയും ആ രീതിയിൽ കായികമായി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന CPM-ൻ്റെ സമീപനം എന്തായാലും കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നില്ല. ഞങ്ങൾ അത്തരത്തിൽ ഒരു കാരണവശാലും അത്തരത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളല്ല. ഞങ്ങൾ വളരെ സൗമ്യതയോടുകൂടി തെറ്റാണ് എന്ന് ഒരാൾ തിരുത്തി അയാൾക്ക് അത് ബോധ്യപ്പെട്ട് പറഞ്ഞാൽ അയാളെ ഉൾക്കൊള്ളുന്നതിൽ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. നല്ല ബന്ധമാണ് ജോജുവായിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കലയെയും അഭിനയത്തെയും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ആളുകൾ കൂടിയാണ് ഞാൻ.